പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ അജയൻ മാടപ്പള്ളിയിലാണ്. മുല്ലക്കാനം SNDP ശാഖയുടെ പ്രസിഡന്റ്, രാജാക്കാട് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപുണ്ടായ ഒരു വാഹനം കത്തിക്കൽ പരമ്പരയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. നമുക്കറിയാം, 2024 നവംബർ മാസം 11-ാം തീയതി രാജേഷ് ചൂഴിക്കരയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വാഹനം എത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അടുത്തുള്ള ഒരു വീടിന്റെ മുറ്റത്താണ് അദ്ദേഹം എല്ലാ ദിവസവും വാഹനം പാർക്ക് ചെയ്തു പോകുന്നത്. ഈ ദിവസവും പതിവ് പോലെ വാഹനം പാർക്ക് ചെയ്ത് അദ്ദേഹം ഒരു 9 മണി സമയത്ത് വീട്ടിൽ പോവുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ വാഹനത്തിന് തീ പിടിച്ചു എന്ന വിവരം ഈ പാർക്ക് ചെയ്ത വീട്ടിലെ സ്ത്രീ, അവിടുത്തെ ചേച്ചി വിളിച്ചു പറയുകയാണ്. അപ്പൊ അദ്ദേഹം മറ്റുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച്, പോലീസിനെയും വിളിച്ച് അവിടെ എത്തുന്നു. ഞാൻ അടങ്ങുന്ന ആളുകൾ അവിടെ എത്തുന്നു. അതിനുശേഷം കുറച്ച് 2-3 ദിവസത്തേക്ക്, പിറ്റേ ദിവസമായി കുറച്ച് ദിവസത്തേക്ക് കേസന്വേഷണവും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയി. എന്നാൽ കുറച്ച് നാളത്തെ അന്വേഷണത്തിന് ശേഷം പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രാജേഷിനെ കൊണ്ട് നിർബന്ധിച്ച്, കേസ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് രാജേഷിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ കേസ് എഴുതി അവസാനിപ്പിക്കുകയാണ്. പിന്നീട് 2025 ആഗസ്റ്റ് മാസം 13-ാം തീയതി രാത്രി 1 മണിക്ക് ശേഷം, ഒരു കരണ്ട് പോയ സമയത്ത് ഈ വാഹനം വീണ്ടും കത്തുകയാണ്. നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ആദ്യ വാഹനം കത്തിയ ദിവസത്തിന് ആ പ്രാദേശികമായി, അല്ലെങ്കിൽ ഈ വാഹനം കിടക്കുന്ന പ്രദേശത്തിന് പ്രാദേശികമായ ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാമത് ഈ വാഹനം കത്തുമ്പോൾ 1 മണിക്ക് ശേഷം കരണ്ട് പോകുന്നു. ആ ദിവസത്തിനും പ്രാദേശികമായ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാമത് വാഹനം കത്തുന്നു. പറഞ്ഞതുപോലെ തന്നെ പോലീസ് എത്തുന്നു, കേസ് അന്വേഷിക്കുന്നു. 2-3 ദിവസം അന്വേഷണം മുന്നോട്ട് പോകുന്നു. കേസ് ഒരിടത്തും എത്തുന്നില്ല, അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല, പ്രതിയിലേക്ക് എത്തുന്നില്ല. അങ്ങനെ പോലീസിന് വീണ്ടും ഈ അന്വേഷണം ഏതാണ്ട് അവസാനിച്ച നിലയിൽ നിൽക്കുന്ന ഒരു സമയത്ത് 2025 ഡിസംബർ മാസം 17-ാം തീയതി രാത്രിയിൽ 1 മണിക്ക് ശേഷം വാഹനം കത്തുകയാണ്. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാകുന്നു, വാഹനം ആരോ മനഃപൂർവ്വം കത്തിക്കുകയാണ്. കാരണം വളരെ കൃത്യമായി, കാരണം അവിടെ അപ്പോൾ CCTV വെച്ചിട്ടുണ്ട്, വാഹനത്തിനുള്ളിൽ CCTV ഉണ്ട്. അപ്പോൾ ഒരാൾ കൃത്യമായി നടന്നു വരുന്നതും നടന്നു വന്ന് വാഹനത്തിന് തീയിടുന്നതും വളരെ കൃത്യമായി CCTVയിൽ ദൃശ്യമായിട്ടുമുണ്ട്. അപ്പോഴാണ് നമുക്കിതിന്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു വളരെ പക്ക ക്രിമിനൽ സ്വഭാവത്തിലുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കാരണം വന്ന വ്യക്തി, ക്രിമിനൽ,